ഹലോ ഫ്രണ്ട്സ്, നെപ്പോക്കിഡ്സ് ആയിട്ടും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റാതെ പോയിട്ടുള്ള കുറച്ച് താരങ്ങളാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ബാല. നല്ല കഴിവുള്ള നടനായിട്ടും ഇതുവരെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു നടനാണ് ബാല. തമിഴിലെ സൂപ്പർ സ്റ്റാർ സംവിധായകനായിട്ടുള്ള തിരുത്തൈ ശിവയുടെ സഹോദരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കിടെ കല്യാണം കഴിച്ച ഭാര്യമാരുടെ ലിസ്റ്റ് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത് തുടങ്ങി ഇപ്പോൾ കോകിലയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ. എന്തായാലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കുറച്ചെങ്കിലും ശ്രദ്ധ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ബാല എന്നേ രക്ഷപ്പെട്ടനെ. രണ്ടാമതായിട്ട് മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്രേം നസീറിന്റെ മകനായിട്ടുള്ള ഷാനവാസ്. ആദ്യമായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമ ബാലചന്ദ്ര മേനോന്റെ പ്രേമഗീതങ്ങളായിരുന്നു. 80കളിൽ നിറയെ ചിത്രങ്ങൾ ലഭിച്ചെങ്കിലും പിന്നീട് വില്ലനും സഹനടനും ഒക്കെ ആയിട്ട് ഇദ്ദേഹം പതുക്കെ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങി. അവസാനമായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് 2025 ഇറങ്ങിയിട്ടുള്ള പൃഥ്വിരാജ് നായകനായ ജനഗണമന ആണ്. മൂന്നാമതായിട്ട് പ്രേം നസീർ കാലഘട്ടത്തിൽ തന്നെ സൂപ്പർ നായകനോടൊപ്പം സൂപ്പർ വില്ലനായിട്ട് വിലസിയ വ്യക്തിയായിരുന്നു KP ഉമ്മർ. എന്നാൽ KP ഉമ്മറിന്റെ മകനായിട്ടുള്ള റഷീദ് ഉമ്മറും തന്റെ കരിയറിൽ ക്ലച്ച് പിടിച്ചില്ല. ആദ്യ ചിത്രം 1985 കണ്ണാരം പൊത്തിപ്പൊത്തിയായിരുന്നു. ഈ സിനിമ വലിയ വിജയമൊക്കെ നേടിയെങ്കിലും തുടർന്ന് ഒരു വടക്കൻ വീരഗാഥയിൽ കണ്ണപ്പനുണ്ണിയായിട്ട് നല്ലൊരു റോൾ അദ്ദേഹത്തിന് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും സിനിമയിൽ കാര്യമായിട്ട് ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനമായിട്ട് ഇദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് 2003 ഇറങ്ങിയിട്ടുള്ള തമിഴ് ചിത്രമായിട്ടുള്ള സേനയാണ്. ഇനി അടുത്ത വ്യക്തി ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഗായകൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ അധികം രക്ഷപ്പെട്ട വ്യക്തിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഗായകനായിട്ടുള്ള യേശുദാസിന്റെ മകനായിട്ടുള്ള വിജയ് യേശുദാസ് 2010 അവൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം അഭിനയിക്കുന്നത്. പക്ഷെ സിനിമ 8 നിലയിൽ പൊട്ടി. പിന്നീട് ഈ അവസാനമായിട്ട് 2025 ശിവ നായകനായിട്ടുള്ള പറന്തുപോ എന്ന തമിഴ് ചിത്രത്തിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. രക്ഷപ്പെട്ട ഒരുപാട് നെപ്പോക്കിഡ്സ് ഉണ്ടെങ്കിലും ഇതുപോലെ ഇനി രക്ഷപ്പെടാത്ത നെപ്പോക്കിഡ്സ് ഉണ്ട്. അവരെ പറ്റി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.